തൻ്റെ കൂട്ടുകാരിയുടെ വിജയം ആഘോഷിക്കാൻ ഒരു കൂട്ടുകാരി പോകുന്നത് തെറ്റായ കാര്യമേ അല്ല. പക്ഷേ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. തൊട്ടടുത്ത പഞ്ചായത്തിൽ BJPക്കാരിയായ തൻ്റെ കൂട്ടുകാരി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. അവരുടെ വിജയാഘോഷ പരിപാടിയിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി BJPയുടെ കാവി പതാകകൾ പാറുന്ന വലിയ ആൾക്കൂട്ടം, അതിലേക്ക് ഒരു പെൺകുട്ടി പോവുകയും ആ വിജയാഘോഷങ്ങളിൽ പങ്കെടുത്ത് വിജയാഹ്ലാദങ്ങളിൽ അതിൻ്റെ ആരവങ്ങളിൽ വീണുപോയി നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് ഒരു സൗഹൃദം മാത്രമായി മാറുക? തീർച്ചയായും ആ പെൺകുട്ടി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആ വ്യക്തി, നിങ്ങളിൽ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ പ്രതികരണങ്ങൾ പല രീതിയിൽ കേട്ടിട്ടുണ്ടാവും. ആ പ്രതികരണങ്ങളെ തീർച്ചയായും ഞാനും ഉൾക്കൊള്ളുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്നും തൻ്റെ സുഹൃത്തിൻ്റെ ഒരാഘോഷ പരിപാടിയിലാണ് പോയത് എന്നും ഞാൻ മരണം വരെ തന്നെ പിന്തുണച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ തീർച്ചയായും ആ പെൺകുട്ടി, ആ സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. അതിനെ ഉൾക്കൊള്ളുകയും അവരെ അവിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം BJPയുടെ പ്രകടനത്തിൽ പോയി അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളിൽ പങ്കെടുത്ത് നൃത്തം ചെയ്യുന്നത് തൻ്റെ സുഹൃത്തിനോടുള്ള പങ്കുചേരൽ അല്ലെങ്കിൽ സുഹൃത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് പങ്കെടുക്കൽ മാത്രമായി മാറുന്നത് എങ്ങനെയാണ്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലാകെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്. അത് പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അവരാണ് സംഘപരിവാരത്തിന് BJPക്ക് എപ്പോഴും ഒരു ഇടമുണ്ടാക്കി കൊടുത്തത്. സംഘപരിവാരത്തിന് അവരെ വിസിബിളാക്കിയത്, അവരെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ എപ്പോഴും വിസിബിളാക്കിയത്, കാണാൻ പറ്റുന്നവരാക്കി മാറ്റിയത്, എന്തിലും അവരുടെ അഭിപ്രായം കൂടി പ്രധാനപ്പെട്ടതാക്കി മാറ്റിയത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. ഇപ്പോൾ അതിങ്ങനെ വന്ന് സംഘപരിവാരത്തിൻ്റെ കൊടി പാറുന്ന സ്ഥലത്ത് തൻ്റെ സുഹൃത്താണ് ഉള്ളതെങ്കിൽ ആ സുഹൃത്തിനോടുള്ള സൗഹൃദം അവരെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ വിളിയിലൂടെയുള്ള അഭിനന്ദനം കൊണ്ടോ അവസാനിപ്പിക്കാവുന്നത് BJPയുടെ പ്രകടനത്തിൽ നൃത്തം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചുവെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹികമായ രോഗമാണ്. ഈ രോഗാവസ്ഥ മറികടന്നേ മതിയാകും. കാരണം സംഘപരിവാരം എന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. BJP RSSൻ്റെ രാഷ്ട്രീയ ശരീരം മാത്രമാണ്. 1925 രൂപീകരിക്കപ്പെട്ട RSSൻ്റെ രാഷ്ട്രീയ ശരീരം മാത്രമാണ് BJP. BJPയുടെ പോഷക സംഘടനയല്ല RSS. RSSൻ്റെ പോഷക സംഘടനകളിൽ ഒന്നാണ് BJP. ആ BJPയുടെ കൊടി പാറുന്ന സ്ഥലവും ആ BJPയുടെ പ്രവർത്തകരും വ്യക്തിപരമായി നല്ലവരാണ്, എൻ്റെ സുഹൃത്താണ് എന്ന് കരുതുന്ന ലളിതയുക്തിയിലേക്ക് നമ്മൾ ചുരുങ്ങുന്നത് സംഘപരിവാരത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അജണ്ടയെ നമ്മൾ അറിയാതെ പോവുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നതിന് തുല്യമാകും. ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിലും ഏതൊരു സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിയുടെ മാത്രം അധ്വാനം കൊണ്ടല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ മത്സരിക്കുമ്പോൾ, നമ്മളെല്ലാവരും മത്സരിക്കുമ്പോഴും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. രാത്രി ഉറക്കമൊഴിച്ച് പോസ്റ്റർ ഒട്ടിക്കുന്നവരുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരുണ്ടാകും. അവരെ കൂടി ഓർക്കണം. അവർ കൂടി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ സമൂഹത്തിൽ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാകുന്നത് എന്നുകൂടി തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോയി എന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റാണ്. പക്ഷെ ആ തെറ്റ് ഏറ്റുപറയുകയും തിരുത്താൻ തയ്യാറാവുകയും തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറയുകയും ചെയ്തതിനെ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ആ വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുന്നതിന് വേണ്ടിയേ അല്ല യഥാർത്ഥത്തിൽ. പകരം സംഘപരിവാരത്തിൻ്റെ ആശയധാരകളോട് ചേർന്നു പോകാൻ, അത് വ്യക്തിയുടെ മികവാണ്, നല്ല വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ കരുതുന്ന അവസ്ഥയിലേക്ക് കേരളം മാറുന്നതിനെ ആശങ്കയോടെ കാണേണ്ടതുണ്ട്. സംഘപരിവാരം
ആർ എസ് എസിനകത്ത് നമുക്കങ്ങനെ നല്ലതും ചീത്തതുമില്ല. ബി ജെ പിക്കാരൻ അങ്ങനെ നല്ലവനും ചീത്തവനും ആയി തരംതിരിക്കാനുമാവില്ല. ആ വ്യക്തികൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആദർശമുണ്ട്. ആ ആദർശം ഹിന്ദുത്വ രാഷ്ട്രവാദത്തിൻ്റെ ആദർശമാണ്. ആ ആദർശം ന്യൂനപക്ഷ വിരുദ്ധതയുടെ ആദർശമാണ്. ആ ആദർശം തീർച്ചയായും ദളിത് വിരുദ്ധതയുടെയും, ആ ആദർശം തീർച്ചയായും സ്ത്രീ വിരുദ്ധതയുടെയും ഒക്കെ ആശയധാരയാണ്. അതുകൊണ്ട് സംഘപരിവാരത്തോട് ഏതെങ്കിലും തരത്തിൽ സൗഹൃദത്തിൻ്റെ പേരിൽ പങ്കുചേരുന്നു എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ നിലപാടാണ്. ആര് സ്വീകരിച്ചാലും അതിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.